നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി ശ്രീസ് വേൾഡിലേക്ക് സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമാണ്, ഏകദേശം 1-2 വർഷത്തോളമായി ഞാൻ സെൽഫായിട്ട് വീഡിയോസൊക്കെ ചെയ്തിട്ട് അല്ലേ. ഷോർട്ട് വീഡിയോസ് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യാറുള്ളൂ. ഇന്ന് വരാനുള്ള മെയിൻ കാരണം, നമ്മൾ ഇന്ന് കുറേ നാളുകളായി ഹെയർ കെയറുമായി ബന്ധപ്പെട്ട വീഡിയോസ് റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റാതെയായിട്ട്. ഒത്തിരി പേരുടെ ചോദ്യങ്ങൾ, കമൻറ്റ്സ്, അവരുടെ സംശയങ്ങൾ ഒക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ഷെയർ ചെയ്ത് ബേസിക് ആയിട്ടുള്ള ഒരു ഹെയർ കെയർ റൊട്ടീനിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹെയറിൻ്റെ ടൈപ്പ് കണ്ടുപിടിക്കുക. നമ്മുടെ മുഖത്തിൻ്റെ ഭംഗി കൂട്ടാനും അതിന് പുതിയ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാനും ഏത് ഫേസ് വാഷ് യൂസ് ചെയ്യണം, ഏത് മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം, ഓയിൽ സ്കിൻ ഏത് വേണം, ഡ്രൈ സ്കിൻ ഏത് വേണം, കോമ്പിനേഷൻ സ്കിൻ ഏത് വേണം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഹെയറിൻ്റെ സ്കാൽപ്പിൽ നമുക്കറിയാം സ്കിന്നാണല്ലേ, ഹെയറിനും ഒരു ടൈപ്പ് ഉണ്ട്. ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ആദ്യം അത് കണ്ടുപിടിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഈസി റുട്ടീൻ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. കാരണം എല്ലാവർക്കും ഒരേപോലെയുള്ള ഹെയർ കെയർ റുട്ടീൻ ചിലപ്പോൾ പറ്റില്ല. കുറേ ആളുകൾക്ക് നമ്മുടെ അമ്മാസിൻ്റെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് വരുന്നു, ചില ആളുകൾക്ക് അത്യാവശ്യം ഒരു മീഡിയം ലെവലുള്ള റിസൾട്ടൊക്കെ വരുന്നു, ചില ആളുകൾക്ക് ഒട്ടും തന്നെ റിസൾട്ട് കിട്ടുന്നില്ല. ഒരുപാട് കാരണങ്ങളുണ്ട്. നമുക്ക് എപ്പോഴും പറയുന്ന പോലെ സ്ട്രെസ് വന്നാൽ മുടി കൊഴിച്ചിലുണ്ടാവാം, അതുപോലെ തന്നെ ഹോർമോൺ ഇംബാലൻസിൻ്റെയും മുടി കൊഴിച്ചിലുണ്ടാവാൻ, ഈവൻ നമ്മൾ ഒരു പീരീഡ്സ് ആണെങ്കിൽ പോലും ഒരു 3 ദിവസം മുന്നേ നമുക്ക് ഡ്രസ്റ്റിക് ഹെയർ ഫോൾ ഉണ്ടാവും. പീരീഡ്സ് ആയിരിക്കുന്ന അവസ്ഥയിലും ഹെയർ ഫോൾ ഉണ്ടാവും. പീരീഡ്സിന് ശേഷം ഒരു 7 ദിവസം എങ്ങനെ പോയാലും നല്ല മുടി കൊഴിച്ചിലുണ്ടാവും. സ്ട്രെസ് വന്നാൽ മുടി കൊഴിയുന്നു, ഉറക്കമില്ലെങ്കിൽ മുടി കൊഴിയുന്നു, നല്ല ഫുഡ് കിട്ടിയില്ലെങ്കിൽ മുടി കൊഴിയുന്നു. പിന്നെ നമ്മൾ ഹെയർ ഡാമേജ് ആണെങ്കിൽ ഹെയർ ഫോൾ ഉണ്ടാവും, ഡ്രൈ ആണെങ്കിൽ ഹെയർ ഫോൾ ഉണ്ടാവുന്നു, സീസൺ മാറിയാൽ ഹെയർ ഫോൾ ഉണ്ടാവുന്നു, വെള്ളം മാറി കുളിച്ച ഹെയർ ഫോൾ ഉണ്ടാവുന്നു. പിന്നെ ഇപ്പം എന്താ ചെയ്യുക? അപ്പം ഞാൻ അല്ലെങ്കിൽ എന്തിനാണ് എല്ലാവർക്കും ടെൻഷനാണ്. ഹെയർ എന്ന് പറയുമ്പോൾ ടെൻഷനാണ്. കാരണം അത് നമ്മളൊരു ഭംഗിയുടെ ഭാഗമായിട്ട്, നമ്മളെ തന്നെ പ്രകടിപ്പിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ അതിനെ കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് കൂടുതൽ സ്ട്രെസ്സാണ്. കാരണം ഇത് ഓൺഗോയിങ് പ്രോസസ്സാണ്, ഓൺഗോയിങ് സ്ട്രെസ്സാണ് ഹെയർ കെയർ, ഹെയർ മാനേജ്മെന്റ് എന്നൊക്കെ പറയുന്നത്. ചിലർക്ക് അത് ഈസിയാണ്. അങ്ങനെയുള്ള ഹെയറുകാർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ് ബ്ലെസ് ആണ് അവരൊക്കെ. കാരണം പ്രത്യേകിച്ച് മെയിൻ്റനൻസിൻ്റെ ആവശ്യമില്ല. ഒരു ഹെയർ ഓയിൽ, ഒരു ഷാംപൂ, ഒരു കണ്ടീഷണർ അല്ലെങ്കിൽ ഒരു സിറം ഉണ്ടെങ്കിൽ അത് മതി. അല്ലെങ്കിൽ ഒരു ഹെയർ ഓയിൽ മാത്രം മതി. ഒന്ന് വാഷ് ഔട്ട് ചെയ്തുള്ള ഒരു ഷാംപൂ ഉണ്ടെങ്കിൽ അവർ മച്ച് ഹെയർ കെയർ ഒന്നും അവർക്ക് ആവശ്യമേ ഇല്ല. പക്ഷെ ചില ആളുകൾക്ക് റിസൾട്ട് കിട്ടാതെ എനിക്ക് ഫോട്ടോ ഇടുന്ന ഒരുപാട് ആളുകളുടെ ഹെയർ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ ഹെയർ കെയർ ചെയ്യുന്നതിലും ചില മിസ്റ്റേക്സ് ഉണ്ട്. എല്ലാവരുടെ ഹെയർ ടൈപ്പ് പോലെ ആയിരിക്കില്ല ചില ആളുകളുടെ ഹെയർ ടൈപ്പ് എന്ന് പറയുന്നത്. മീൻസ് കുറച്ച് വിഭാഗം ആളുകളുടെ ഹെയർ ടൈപ്പ് അല്ല, കുറച്ച് വിഭാഗം ആളുകൾക്ക്. അപ്പോൾ അവർ ചെയ്യേണ്ട ഹെയർ കെയർ, അവർ ചെയ്യേണ്ട ഹെയർ ഓയിൽ റൊട്ടീൻ, അവർ ചെയ്യേണ്ട ഷാംപൂ, അവർ ഉപയോഗിക്കേണ്ട ഹെയർ പാക്ക്, ഇതൊന്നും ആയിരിക്കില്ല മറ്റാളുകൾക്ക് ഉപയോഗിക്കേണ്ടത്. നമ്മളിപ്പോൾ ആയുർവേദത്തിൽ പറയില്ലേ, വാതം, പിത്തം, കഫം, ഇങ്ങനെ 3 ടൈപ്പ് കാറ്റഗറിയിലാണ് ആളുകളുള്ളതെന്ന് പറയും. ഇപ്പം എന്നെയൊക്കെ ഒരു വാദപ്രകൃതമാണ്. പക്ഷെ ആ സമയത്ത് ത്രിദോഷങ്ങൾ എന്തെങ്കിലും അധികരിച്ച് വന്നാൽ, പിത്തദോഷം വന്നാൽ അത് കാണിക്കും നമ്മുടെ ശരീരത്തിൽ. വാദത്തിന്റെ ദോഷം വന്നാൽ ശരീരത്തിൽ നെഗറ്റീവ് ഇത് കാണിക്കും. അതായത് ശരീരം കാണിച്ചു തരും അതിലെന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത്. അപ്പൊ കഫദോഷം വന്നാലും ഇതേപോലെ തന്നെയാണ്. അപ്പൊ അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്ത് കൊണ്ടുപോകണം. ഫുഡ് ശരിയായ രീതിയിൽ ആഹാരം കഴിച്ചും ചില പഥ്യങ്ങളൊക്കെ അനുഷ്ഠിച്ചും ചില മരുന്നുകളൊക്കെ ചിലപ്പോൾ കഴിക്കേണ്ടി വരും. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ ഹെയർ ടൈപ്പും 3 കാറ്റഗറിയാണ്. കണ്ടുപിടിക്കാൻ പോവാണ്. നിങ്ങളുടെ ഹെയർ ടൈപ്പ് ഏതാണെന്നുള്ളതാണ് നിങ്ങൾ ഇന്ന് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഹെയർ ടൈപ്പ് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെ ഒക്കെ ഹെയർ നമുക്ക് ഇതുപോലെ ടെസ്റ്റ് ചെയ്യാം. ഇതിപ്പം മോൻ്റെ മുടിയാണ്. അത് ഒരു ചില്ല് ഗ്ലാസ്സിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം നിറച്ചിട്ട് അത് ഇട്ട് വയ്ക്കുക. കുറച്ച് നേരം 1-2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് വെക്കൂ കേട്ടോ. അതുപോലെ ഇത് അമ്പാടിയുടെയും അതുപോലെ മാഷിൻ്റെയും ഹെയർ, മാഷിൻ്റെ കുഞ്ഞു മുടിയല്ലേ, അപ്പോൾ അത് ഇട്ട് വെച്ചിട്ടുണ്ട്. അമ്പാടിയുടെ ഹെയർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ ഹെയർ ആണ്. ഞാനിത് എല്ലാം കൂടെ ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന മുടിയാണ്. ഇതൊരു മീഡിയം പൊറോസിറ്റിയാണ്. മോൻ്റെ സൂര്യപ്പയുടെ മുടിയാണ് കേട്ടോ. അത്യാവശ്യം നല്ലതാണ്. അതായത് മോയ്സ്ചറൈസർ ആയാലും എന്തായാലും പെട്ടെന്ന് അത് റീറ്റെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഡേർട്ട് ഉണ്ടെങ്കിൽ അതിന് വാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോവുകയും ചെയ്യും. ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത നല്ല മുടിയാണ്. മീഡിയം പൊറോസിറ്റി, അതായത് ഗ്ലാസിൻ്റെ മധ്യഭാഗത്തിൽ വന്ന് കിടക്കുന്ന മുടി. പിന്നെ എടുത്തിരിക്കുന്നത് നമ്മൾ മാഷിൻ്റെ മുടിയും അമ്പാടിയുടെ മുടിയാണ്. മാഷിൻ്റെ മുടി, അമ്പാടിയുടെ മുടി എന്ന് പറയുന്നത് മാഷിൻ്റെ കുറച്ച് ഫ്ലോട്ടിംഗ് ആണ്, അമ്പാടിയുടെ നല്ല ഹെയർ ആണ്, മീഡിയം പൊറോസിറ്റിയിലാണ് കിടക്കുന്നത്. എൻ്റെ മുടിയാണ് ഈ കാണുന്നത്, ഫ്ലോട്ടിംഗ് ഹെയർ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ പൊറോസിറ്റി ഹെയർ ആണ്. ലോ പൊറോസിറ്റി ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിജിഡ് ആണ് നേച്ചർ. വെള്ളത്തിന്റെ മുകളിലാണ് നിങ്ങളുടെ മുടി പൊന്തി കിടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ലോ പൊറോസിറ്റി ഹെയർ ആണ് കേട്ടോ.
അപ്പോൾ ലോ പൊറോസിറ്റി ഹെയർ ഉള്ള ആളുകൾക്കാണ് കൂടുതലും റിസൾട്ട് കിട്ടാതിരിക്കുന്നത്. അതിന്റെ മെയിൻ റീസൺ അവർ എല്ലാവരും എണ്ണ തേക്കുന്ന പോലെ തേച്ചിട്ട് കാര്യമില്ല. കരിഞ്ജീരകം ഓയിലാണ് എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ എന്ന് പറയുന്നത്. എണ്ണ പാത്രഭാഗം ചൂടാക്കുക, അതിനുശേഷം മുടിയുടെ സ്ട്രാൻഡ്സിൽ പതുക്കെ പതുക്കെ തേച്ച് കൊടുക്കുക. ക്യൂട്ടിക്കിൾസ് ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം മാത്രം നിങ്ങളൊരു ഹെയർ ക്യാപ്പ് ഇട്ട് വെക്കുക. ഒരു 1 hour വെച്ചതിന് ശേഷം വാഷ് ഔട്ട് ചെയ്യുക. നിർബന്ധമായിട്ടും ഷാംപൂ, നമ്മളുടെ ഇപ്പോഴത്തെ ഷാംപൂ ക്ലാരിഫയിങ് ഷാംപൂ ആണ്, ആ ഷാംപൂ ഉപയോഗിച്ച് ഹെയർ വാഷ് ഔട്ട് ചെയ്ത് കളയുക. അല്ലാത്തവരാണെങ്കിൽ ആൽമണ്ട് ഓയിലോ ഓയിലോ ലൈറ്റ് ആയിട്ടുള്ള അവക്കാഡോ ഓയിലോ ജോജോബ ഓയിലോ ഒക്കെ യൂസ് ചെയ്യാം. അതുപോലെ ജെല്ലും അലോവേര ജെല്ലും ഫ്ലാക്സീഡ് ജെല്ലും ബെസ്റ്റ് ഓപ്ഷനാണ് അവർക്ക്. പക്ഷേ ഹെയർ ക്യാപ്പ് ഇട്ട് വെച്ച് ഒരു ½ an hour എങ്കിലും വെയിറ്റ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യണം. വെറുതെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് അത് പിടിക്കില്ല. അത് പിടിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ആദ്യം സോഫ്റ്റ് ആക്കണം, ക്യൂട്ടിക്കിൾസിനെ സോഫ്റ്റ് ആക്കണം കേട്ടോ. അതിനുശേഷം യൂസ് ചെയ്യാനേ പാടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. വീണ്ടും കാണാം, അതുവരേക്കും താങ്ക് യു.